Hi students, today we are going to discuss about LC oscillation. Oscillation കുറിച്ച് നിങ്ങൾക്ക് അറിയാം. Oscillator എന്ന ചാപ്റ്ററിൽ നിങ്ങൾ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. Here also LC oscillation. LC oscillation is the oscillation between electrical energy and magnetic energy. Electrical energy എന്തിന്റെ across ആയിരിക്കും? കപ്പാസിറ്ററിന്റെ across. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ഇക്വേഷൻ half q square by c അല്ലെങ്കിൽ half cv square അല്ലെങ്കിൽ half qv. അപ്പോൾ കപ്പാസിറ്ററിന്റെ ഇടയിലുള്ള എനർജിയും ആൻഡ് ഇൻഡക്ടറിന്റെ ഇടയിലുള്ള എനർജി എന്താണ് half Li square is the magnetic energy. The LC oscillation, the oscillation of the energy between capacitor and inductor is called LC oscillation. Okay അല്ലേ? ഇനി LC ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ അറിയണം? ഫ്രീക്വൻസി അറിയണം, എനർജി അറിയണം, അറ്റ് എനി ഇൻസ്റ്റന്റ് അതിൻ്റെ എനർജി എത്രയായിരിക്കണം അറിയണം, ഇതെല്ലാം അറിയണം, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് അറിയണം. അപ്പം നമുക്കും LC ഓസിലേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, then here we can draw. എങ്ങനെ വരയ്ക്കാം? LC ഓസിലേറ്റർ ഒരു കപ്പാസിറ്റർ ഉണ്ട്, then again an inductor. Initially the capacitor is fully charged. Capacitor fully charged ആണ്. അപ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻഡക്ടറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ ഇൻഡക്ടർ ഫുള്ളി ചാർജ് ഉള്ള ഒരു കപ്പാസിറ്റർ ഇൻഡക്ടറായിട്ട് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് Q by C minus L into di by dt equal to 0. Okay, ഒരു back EMF produce ചെയ്യും, which is L into minus L into di by dt. Here then the current I is equal to dq by dt. പക്ഷെ നമുക്ക് ഇവിടെ അറിയാം ചാർജ് കുറയുമ്പോൾ, അതായത് നമ്മളെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് കറണ്ട് കൂടുന്നത് അല്ലേ? when Q decreases I increases, then it is a negative sign. I is equal to minus dq by dt. ഇത് കപ്പാസിറ്ററിന്റെ കേസിൽ, സെല്ലിലെ കേസിൽ എന്തായിരിക്കും? dq by dt തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ എന്തുകൊണ്ടാണ്? ചാർജ് ഡിക്രീസസ്, then current increases, then current I is equal to minus dq by dt. Then we can draw the equation di by dt is equal to d by dt of minus dq by dt. Then equal to minus d square q divided by dt square. d square q divided by dt square. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഫസ്റ്റ് ഇക്വേഷനിൽ. then q by c minus l into minus d square q divided by dt square is equal to 0. okay അല്ലേ? മൈനസും മൈനസും പ്ലസ് ആവും. then the equation is q by c plus l into d square q divided by dt square is equal to 0. അതിനെ ഞാനൊന്ന് L കൊണ്ട് ത്രൂ ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്കതിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും നോക്കാം. ത്രൂ ഔട്ട് ഒരു L കൊണ്ട് ഡിവൈഡ് ചെയ്തു. then we get an equation q by LC. L കൊണ്ട് ഡിവൈഡ് ചെയ്തു പ്ലസ് L കട്ട് ചെയ്ത് പോകും. അപ്പം എന്ത് കിട്ടും? d square q divided by dt square is equal to 0. ഞാൻ ഒന്ന് അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. d square q divided by dt square plus q divided by LC equal to 0. ജസ്റ്റ് സിമിലർ ആയിട്ട് വേറെ എവിടെയെങ്കിലും ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ? ഇതേപോലെ ഒരു ഇക്വേഷൻ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മക്കളെ? എവിടെ കണ്ടിട്ടുള്ളത്? സിമ്പിൾ ഹാർമോണിക് മോഷനിൽ അല്ലേ? സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എന്താണ്? സ്പ്രിംഗ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ d square x divided by dt square plus omega square x is equal to 0 അല്ലേ? ജസ്റ്റ് സിമിലർ അല്ലേ? എന്ത് മാത്രമേ വേരിയേഷൻ ഉള്ളൂ? എക്സിൻ്റെ സ്ഥലത്ത് എന്തായി? ക്യൂ ആണ്. അപ്പോൾ ഒമേഗയുടെ സ്ഥലത്ത് എന്തായിരിക്കും? ഒമേഗ is equal to 1 by root LC. 1 by root omega square is equal to 1 by LC, then omega is equal to 1 by root LC. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതായത് LC ഓസിലേഷനും എന്താണ്? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഓക്കെ അല്ലേ? LC ഓസിലേഷനും ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ് വിത്ത് ഒമേഗ 1 by root LC. then the frequency nu equal to 1 by 2 pi root LC.
ഇനി നമുക്ക് ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഇങ്ങനെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഫ്യൂരിയർ തിയറം എന്തായിരുന്നു? ഒന്നല്ലെങ്കിൽ സൈൻ ഫംഗ്ഷൻ ആവാം, അതല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷൻ ആവാം, സൈനിന്റെയും കൊസൈനിന്റെയും സം ആവാം അല്ലേ. സിമിലർലി നമുക്ക് ഇവിടെയും എന്താ കിട്ടും? ക്യൂവിന്റെ സൊല്യൂഷൻ, ദ സൊല്യൂഷൻ ക്യൂ ഇസ് ഈക്വൽ ടു അഗെയിൻ Q0 sin omega t plus phi. ഓക്കെ, ദെൻ നമുക്കത് ഇനീഷ്യൽ കണ്ടീഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനീഷ്യൽ കണ്ടീഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അറ്റ് t ഈക്വൽ ടു 0, വേറെ കളർ എടുക്കാം. അറ്റ് t ഈക്വൽ ടു 0, t ഈക്വൽ ടു 0 അല്ല എന്ത് സംഭവിക്കും? Q എന്തായിരിക്കണം? Q0 ആയിരിക്കണം. കാരണം ഇനീഷ്യലി ആ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ്. ഇനീഷ്യലി കപ്പാസിറ്റർ എന്താണ്? ഫുള്ളി ചാർജ്ഡ്. അറ്റ് t ഈക്വൽ ടു 0 Q ഈക്വൽ എന്തായിരിക്കണം? Q0 ആയിരിക്കണം. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q ഈക്വൽ ടു Q0 സൈൻ ഒമേഗ ടി പ്ലസ് 5. ടി 0 എടുത്തെങ്കിൽ ഒമേഗ ടി 0 സൈൻ 5 ഈക്വൽ ടു എത്ര കിട്ടണം? Q0. അപ്പോൾ സൈൻ 5 ഈക്വൽ ടു എത്രയായിരിക്കണം? 1. ഫ്രം ദിസ് ഇക്വേഷൻ sin 5 equal to 1, then 5 equal to എത്രയായിരിക്കും? 5/2. then 5 എത്രയായിരിക്കും? ഇനീഷ്യൽ ഫേസ് എത്രയായിരിക്കും? 5/2. ഇതല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൽ നമ്മൾ എഴുതുമ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിൻ അതിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് എന്നാണെങ്കിൽ എന്തായിരിക്കും? a sin omega t. എക്സ്ട്രീം പോയിന്റ് എന്നാണെങ്കിലോ പ്ലസ് 5/2 ഉണ്ട് അല്ലേ? ഇറ്റ്സ് എ കോസ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? മാക്സിമത്തിൽ നിന്നാണ്. അപ്പോൾ ഇത് എക്സ്ട്രീം പോയിന്റ് നിന്ന് തുടങ്ങുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ത് തന്നെ ആയിരിക്കണം? ഒരു കോസ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ കിട്ടി നമുക്ക് ഇതിൻ്റെ അക്കോർഡിംഗ് ടു ഫ്യൂരിയർ തിയറം. ദെൻ Q ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് Q ഈക്വൽ ടു Q0 കോസ് ഒമേഗ ടി. എങ്ങനെ കോസ് ഒമേഗ ടി കിട്ടിയത്? സൈൻ ഒമേഗ ടി പ്ലസ് 5/2. Q0 omega t plus 5/2 is the Q equal to Q0 omega t. Q0 cos omega t കിട്ടിയില്ലേ? അപ്പം നമുക്ക് ഫംഗ്ഷനായി. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും? Is the Q0. ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും? Q0. Then the current I equal to minus dq by dt is equal to minus Q0 cos omega t derivative minus sin omega t into omega which is equal to Q0 omega sin omega t. അപ്പോൾ കറണ്ട് കിട്ടി. കറണ്ട് is equal to Q0 omega sin omega t. ഓക്കെ അല്ലേ? ഇനി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഒരു കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഇൻഡക്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും? ചാർജ് ചെയ്യാൻ തുടങ്ങും അല്ലേ? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. കപ്പാസിറ്റി എനർജി ഡിക്രീസ് ചെയ്യും. ബട്ട് ഇൻഡക്ടറിൻ്റെ അക്രോസുള്ള മാഗ്നറ്റിക് എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് എനർജി ഇൻക്രീസ് ചെയ്ത് വരും. കുറച്ച് കഴിഞ്ഞാലോ ഇതിൻ്റെ ചാർജ് ഫുള്ളും എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററിലെ ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇൻഡക്ടറിൻ്റെ അക്രോസ് ചാർജ് മാക്സിമം, അതായത് ഫുള്ളി ചാർജ് ആയിരിക്കും. ഇതിൻ്റെ എനർജി എത്രയായിരിക്കും? 0 ആയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും അല്ലേ? കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് നേരെ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇനി കുറച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അത് കഴിഞ്ഞാലോ കുറച്ചുകൂടി കഴിഞ്ഞാലോ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവും. ആയിരിക്കും. ഇൻഡക്ടർ എന്തായിരിക്കും? ഫുള്ളി ഡിസ്ചാർജ് ചെയ്യും. എഗെയിൻ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും, ഇൻഡക്ടർ ഫുള്ളി ചാർജ് ചെയ്യും. അതാണ് നമ്മളുടെ ഓസിലേഷൻ എന്ന് പറയുന്നത്. ആദ്യം എന്ത് ചെയ്യും? കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയിരുന്നു, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും, ഇൻഡക്ടർ ചാർജ് ചെയ്യും. ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യും. എന്നാൽ നെഗറ്റീവ് പൊളാരിറ്റി. ദെൻ കപ്പാസിറ്റർ വീണ്ടും ഡിസ്ചാർജ് ചെയ്യും, ഇൻഡക്ടർ ചാർജ് ചെയ്യും. ദെൻ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഇതിങ്ങനെ തമ്മിലുള്ള ഒരു ഓസിലേഷൻ ആണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? LC ഓസിലേഷൻ. എന്ത് പറയാ? LC ഓസിലേഷൻ. LC ഓസിലേഷൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 1/2π√LC. റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ സെയിം ഇക്വേഷൻ ആണല്ലേ? 1/2π√LC. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ദെൻ നമുക്ക് ജസ്റ്റ് നോക്കാം. ദെൻ
ഇനീഷ്യലി അറ്റ് ടി ഈക്വൽ ടു 0 ടി ഈക്വൽ ടു 0 എന്തായിരുന്നു? കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയിരുന്നു. കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയിരുന്നു. ഇൻഡക്ടർ ചാർജ് ഒന്നുമില്ല, അതിൽ EMF ഇല്ല. അപ്പോൾ കറണ്ട് അറ്റ് ടൈം ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് കേട്ടോ, അറ്റ് ടൈം ടി ഈക്വൽ ടു 0 അപ്പോൾ എന്തായിരിക്കും? എന്ത് എനർജി ഉണ്ടായിരിക്കും? കപ്പാസിറ്റീവ് എനർജി മാക്സിമം ആയിരിക്കും. ആൻഡ് ദ ഇൻഡക്ടറിൻ്റെ അക്രോസുള്ള എനർജി എന്തായിരിക്കും? മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള എനർജി എന്താ? കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള എനർജി എന്താണ്? ഹാഫ് Q²/C. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഈക്വൽ ടു എനർജി അക്രോസ് കപ്പാസിറ്റർ പ്ലസ് എനർജി അക്രോസ് ഇൻഡക്ടർ. എനർജി അക്രോസ് കപ്പാസിറ്റർ എത്രയാണ്? Q02. ഇവിടെ Q02 ഡിവൈഡഡ് ബൈ 2C പ്ലസ് 0. അപ്പോൾ ഇവിടെ ആകെ എന്ത് എനർജി മാത്രമേ ഉള്ളൂ? കപ്പാസിറ്റീവ് എനർജി മാത്രമേ ഉള്ളൂ. ഇൻഡക്ടറിൻ്റെ അക്രോസ് എനർജി ഉണ്ടോ? ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോഴോ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങി, ഇൻഡക്ടർ ചാർജ് ചെയ്തു. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തു, ഇൻഡക്ടർ ചാർജ് ചെയ്തു. ആ T/4 കറക്റ്റ് T/4 എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ T/4 Q എന്തായിരിക്കും? 0 ആയിരിക്കും. Q എന്തായിരിക്കും? 0. Q 0 ആവുന്ന സമയത്ത് T/4 ഇത് എന്തിൻ്റെ ഗ്രാഫാണ്? ഇത് Qൻ്റെ ഗ്രാഫാണ് കേട്ടോ. ഇത് ഐയുടെ ഗ്രാഫ്. I is a Q. Q 0 ആവുന്ന സമയത്ത് കറണ്ട് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. Q 0 ആവുന്ന സമയത്ത് കറണ്ട് മാക്സിമം ആയിരിക്കും. അപ്പോൾ കറണ്ട് മാക്സിമം ആയിരിക്കും. ആ സമയത്ത് ഇൻഡക്ടറിൻ്റെ അക്രോസുള്ള എനർജി മാക്സിമം ആയിരിക്കും. ഇൻഡക്ടറിൻ്റെ അക്രോസുള്ള എനർജി എന്തായിരിക്കും? അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്ന എനർജി അക്രോസ് ഇൻഡക്ടർ ആയിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് L × I02 ആയിരിക്കും. ഓക്കെ അല്ലേ? ദെൻ കുറച്ച് കഴിഞ്ഞാലോ വീണ്ടും ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അങ്ങനെയാണെങ്കിലോ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അങ്ങനെ T/2 എത്തുന്ന സമയത്ത് കറണ്ട് 0 ആയിരിക്കും. വെൻ ഇസ് ദ കറണ്ടിൻ്റെ ഇക്വേഷൻ? കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് സൈൻ ഫംഗ്ഷൻ ആണ്. I = I0 sin ωt, Q = Q0 cos ωt. ഇസ് എ കോസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ കറണ്ട് 0 ആവും. ആ സമയത്ത് നമ്മളുടെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും, നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കും, പക്ഷേ ഫുള്ളി ചാർജ് ആയിരിക്കും. എഗെയിൻ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും, ഇൻഡക്ടർ ചാർജ് ചെയ്യും. എഗെയിൻ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ദെൻ നമുക്കതിനെ ജസ്റ്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആദ്യം നമ്മളെ കപ്പാസിറ്റർ എടുത്തു, കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്തു. ഇൻഡക്ടർ, ഇത് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആണ്. ഇൻഡക്ടർ എന്താണ്? ചാർജ് ഒന്നും ഇല്ല. അപ്പം T = 0 എത്രയായിരിക്കും? Q = Q0 ആൻഡ് I = 0. എന്താ Qയിലെ ഇക്വേഷൻ എന്താണ്? Q = Q0 cos ωt ആൻഡ് I = I0 അല്ലെങ്കിൽ Q0 ഒമേഗ sin ωt, which is equal to I0 sin ωt. ഓക്കെ അല്ലേ? അപ്പോൾ Q0 ആവുന്ന സമയത്ത് I മാക്സിമം ആയിരിക്കും. Q0 ആവുമ്പോൾ Q0 ആവുന്ന സമയത്ത് I മാക്സിമം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് T = 0 എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തൊക്കെ എനർജിയാണ്? ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള എനർജി പ്ലസ് മാഗ്നറ്റിക് എനർജി, ഇൻഡക്ടറിൻ്റെ അക്രോസുള്ള എനർജി. ദെൻ E = എത്രയായിരിക്കും? ഹാഫ് Q²/C പ്ലസ് ഹാഫ് Li². ഹാഫ് Q²/C പ്ലസ് ഹാഫ് Li². T = 0 എത്രയായിരിക്കും? E = ഹാഫ് Q02/C പ്ലസ് 0 ആയിരിക്കും. ഓക്കെ അല്ലേ? കുറച്ച് സമയം കഴിഞ്ഞാലോ T/2 അല്ലെങ്കിൽ π/2 ടൈമിന് ശേഷം
അപ്പോൾ T/4 ആയിട്ട് അല്ലേ, T/4 അതായത് π/2 ഇത് കറണ്ടിൻ്റെ ആണ്. ദെൻ നമുക്ക് എന്ത് വരും കറണ്ടിൻ്റെ ചാർജിൻ്റെ, ഇത് ചാർജിന് ക്യൂവിൻ്റെയാണ്. അപ്പോൾ π/2 ടൈമിന് ശേഷം കറണ്ട് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും, സൈൻ ഫംഗ്ഷൻ ആയിരിക്കും. ആൻഡ് ആ ടൈം എന്ന് പറയുന്നത് T/4, അതായത് മാക്സിമത്തിൽ നിന്ന് ഇക്വിലിബ്രിയം പോയിന്റിലോട്ട് എത്തി. ആ സമയത്ത് T/4. അപ്പോൾ എനർജി എന്തായിരിക്കും, 12 0² × C. ചാർജ് എത്രയായിരിക്കും, 0 ആയിരിക്കും, പ്ലസ് 12 × L × I0². ഓക്കെ അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ. എഗെയിൻ എന്ത് ചെയ്യും, ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഇത് ഏതുപോലെ ആക്ട് ചെയ്യുന്നത്, നമ്മൾ സ്പ്രിംഗ് മാസ് സിസ്റ്റം പോലെ തന്നെ അല്ലേ. ഇനീഷ്യലി സ്പ്രിങ് എക്സ്റ്റെൻഡ് ചെയ്തൊരു മാക്സിമം പോയിന്റിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ജസ്റ്റ് വിട്ട് കഴിഞ്ഞാലോ അത് ഇക്വിലിബ്രിയം പോയിന്റിലെത്തും, കൈനറ്റിക് എനർജി മാക്സിമ, പൊട്ടൻഷ്യൽ എനർജി 0. എഗെയിൻ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോഴോ പൊട്ടൻഷ്യൽ എനർജി മാക്സിമ, കൈനറ്റിക് എനർജി എഗെയിൻ 0. അപ്പോൾ ഇങ്ങനെയായിരിക്കും അത് ഓസിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, എഗെയിൻ നമുക്ക് അതിനെ എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം, സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിനോട് ഇക്വേറ്റ് ചെയ്യാം. ചെയ്ത് നോക്കാം. ഓക്കെ, സ്പ്രിംഗ് മാസ് സിസ്റ്റം ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ തന്നെ ആദ്യം കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറാണ്, ജസ്റ്റ് നോക്കിയാൽ മതി. പേജ് നമ്പർ 256 എങ്ങനെ. അപ്പോൾ ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം, അല്ല ഫിഗർ നോക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആണ്, ഇൻഡക്ടറിലെ ചാർജ് ഒന്നുമില്ല. അപ്പോൾ ഇൻഡക്ടറിൽ കറണ്ട് എത്രയാണ്, അപ്പോൾ ഇനീഷ്യലി കറണ്ട് ഇവിടെ എന്തായിരിക്കും കേസ്, I0 ആണ്, Q0. I എത്രയാണ്, I = 0, then Q = Q0. Okay, then what is the energy? Total energy is equal to Q² divided by 2C. മാഗ്നറ്റിക് എനർജി UB എന്ന് കൊടുത്തിരിക്കുന്നത് മാഗ്നറ്റിക് എനർജിയാണ്. മാഗ്നറ്റിക് എനർജി എന്തായിരിക്കും, 0 ആയിരിക്കും. ആൻഡ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങി, ഇൻഡക്ടർ ചാർജ് ചെയ്തു. ഇക്വേഷൻ എന്തായിരിക്കും, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എനർജി is equal to UB plus UE, രണ്ടും ഉണ്ടായിരിക്കും. ആ സമയത്ത് രണ്ട് എനർജി ഉണ്ടായിരിക്കും, രണ്ടും നോട്ട് ഈക്വൽ ടു 0 ആണ്. 12 Q² divided by C plus 12 LI². കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, അതായത് T/4 സെക്കൻഡിന് ശേഷം അത് ഫുള്ളും ഡിസ്ചാർജ് ചെയ്തു, ഇൻഡക്ടർ ഫുള്ളി ചാർജ്ഡ് ആയി. അപ്പോൾ എന്തായിരിക്കും, Q = അവിടെ 0 ആയിരിക്കും, I = I0 ആയിരിക്കും. ഓക്കെ അല്ലേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴോ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്തു, കപ്പാസിറ്റർ ചാർജ് ചെയ്തു. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, ഇവിടെയും രണ്ടും നോട്ട് ഈക്വൽ ടു 0. നെറ്റ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, UB plus UE ആയിരിക്കും. കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോഴോ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി, ഇൻഡക്ടർ ഫുള്ളി ഡിസ്ചാർജ് ചെയ്തു. ആ സമയത്ത് വീണ്ടും എന്തായിരിക്കും, എനർജി U = UE മാത്രം, 12 Q² C മാത്രം. ക്ലിയർ അല്ലേ. ജസ്റ്റ് അതിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ ഇവിടെ എന്തുകൂടി പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയേ. ഇനീഷ്യലി നമ്മളൊരു സ്പ്രിങ്ങിനെ എക്സ്ട്രീം പോയിന്റിലാണ്, സ്ട്രിങ് എക്സ്ട്രീം പോയിന്റിലാണെങ്കിൽ 12 kA², പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും, 12 kA² ആൻഡ് കൈനറ്റിക് എനർജി 0. അതിൻ്റെ മീൻ പോയിന്റിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0, കൈനറ്റിക് എനർജി മാക്സിമ. ദെൻ വീണ്ടും അതിനെ ജസ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടും ഉണ്ടായിരിക്കും, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി is equal to total energy. Then at the mean point potential energy 0, kinetic energy maxima. അത് നെക്സ്റ്റ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാണ്, കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി നോട്ട് ഈക്വൽ ടു 0. ആൻഡ് അറ്റ് ദ എക്സ്ട്രീം പോയിന്റ്, ലെഫ്റ്റ് എക്സ്ട്രീം പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി എഗെയിൻ മാക്സിമ ആൻഡ് കൈനറ്റിക് എനർജി എഗെയിൻ 0. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് LC ഓസിലേഷൻ എന്ന് പറയുന്നത് എന്തിനോട് ഇക്വാലൻ്റ് ആണ്, മെക്കാനിക്കൽ ഓസിലേഷന് ഇക്വാലൻ്റ് തന്നെയാണ്. മെക്കാനിക്കൽ ഓസിലേഷന് ഇക്വാലൻ്റ് നോക്കാം. മെക്കാനിക്കൽ സിസ്റ്റത്തിലാണെങ്കിൽ മാസ് ആയിരുന്നു, ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്, ഇൻഡക്ടർ ആണ്. മാസിന് പകരം ഇവിടെ എന്താണ്, ഇൻഡക്ടർ ആണ്. ആൻഡ് ദ ഫോഴ്സ് കോൺസ്റ്റന്റിന് പകരം ഇവിടെ എന്താണ്, 1/c ആണ്. ഡിസ്പ്ലേസ്മെന്റിന് ഇക്വാലൻ്റ് എന്ന് പറയുന്നത് x എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ q ആണ്. വെലോസിറ്റി dx/dt ഹിയർ
Q ആണെങ്കിൽ dQ/dt. മെക്കാനിക്കൽ എനർജി, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. കൈനറ്റിക് എനർജി എത്രയാണ്? ഹാഫ് mv² പ്ലസ് ഹാഫ് kx² is the total energy. And is the mechanical E is equal to എന്താണ് ഇലക്ട്രിക്കൽ എനർജി? ഹാഫ് മാസിന് പകരം ഇവിടെ എന്താണ്? Li² പ്ലസ് ഹാഫ് Q² ഡിവൈഡഡ് ബൈ C. അതൊന്ന് ചെയ്ത് നോക്കിയേ. ഇവിടെ മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇൻഡക്ടർ, ഇവിടെ വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കറണ്ട്, ആൻഡ് ഫോഴ്സ് കോൺസ്റ്റന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/c, ആൻഡ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ചാർജ്. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാറ്റിനും ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഗ്രാഫ്, എനർജി ടൈം ഗ്രാഫ്. ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റന്റ് ആണ്. then the total energy is equal to maximum energy, maximum electrical energy plus equal to maximum magnetic energy is equal to എന്തായിരിക്കും? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു L ഇൻറ്റു I0² is equal to ഹാഫ് ഇൻറ്റു Q0² ബൈ C. നമുക്കറിയാം മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ് കിട്ടുക? ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിൽ ഡൗട്ടൊന്നുമില്ല. അപ്പോൾ ഇനീഷ്യലി അറ്റ് ടൈം t = 0 മാഗ്നറ്റിക് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. മാഗ്നറ്റിക് എനർജി 0 കാരണം I 0 ആണ്. മാഗ്നറ്റിക് എനർജി 0. അത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് എനർജി കൂടി 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 പിന്നെ കുറയും, പിന്നെ കൂടും. ഓക്കെ അല്ലേ? T/4 പിന്നെയോ? പിന്നെ 0 ആവുന്നത് എവിടെ ആയിരിക്കും? അങ്ങനെ ആദ്യം t = 0 0, then T/4 മാക്സിമം, when 3 is a T/2, again 3T/4. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് എനർജി ആണ്. ഇലക്ട്രിക്കൽ എനർജിയോ? ഇലക്ട്രിക്കൽ എനർജി നേരെ തിരിച്ചാ. ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് Q0 മാക്സിമം ആയിരുന്നു. ഇനീഷ്യലി അത് മാക്സിമം ആണ്, ദെൻ അത് 0 ആവും, വീണ്ടും മാക്സിമം ആയിരിക്കും, വീണ്ടും 0 ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഇതിനെ നമ്മൾ UB അല്ലെങ്കിൽ EB എന്നാണെങ്കിൽ ഇറ്റ് ഇസ് ദ UE, ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ അല്ലേ? ഇലക്ട്രിക്കൽ എനർജി ഇനീഷ്യൽ മാക്സിമം ആണ്. ഇങ്ങനെ ആയിരിക്കും ടൈമിനനുസരിച്ച് വരും. ഇതേ ഗ്രാഫ് നിങ്ങൾ ഇതിൻ്റെ മുന്നേ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഓസിലേഷൻ, അതായത് സ്പ്രിങ്ങിൻ്റെ ഓസിലേഷനുള്ള കേസിൽ സെയിം എഫക്റ്റാണ്. മെക്കാനിക്കലായാലും അതേപോലെ തന്നെ ഇലക്ട്രിക്കലായാലും LC ഓസിലേറ്ററായാലും സെയിം. ഇറ്റ്സ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡാംഡ് ഓസിലേഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇവിടെയും ഡാമ്പിങ് സംഭവിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്? റെസിസ്റ്റൻസ് ഫ്രിക്ഷനൊക്കെ നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ മെക്കാനിക്കൽ കേസിൽ എനർജി, അതായത് അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടോട്ടൽ എനർജിയൊക്കെ ഇക്വേറ്റ് ചെയ്തിട്ട് ഡാമ്പിങ് ഇല്ല, ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് വെക്കുന്നത്. എന്നാൽ ഇവിടെയും നമ്മൾ എടുക്കുന്നത് ഇൻഡക്ടർ ഐഡിയൽ കേസ്. പക്ഷേ ഇൻഡക്ടർ ഐഡിയൽ കേസ് അല്ല എങ്കിൽ വിച്ച് ഓഫർ സം റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു കോയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഓഫർ സം റെസിസ്റ്റൻസ് ഓൾസോ. അപ്പോൾ സം റെസിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ അവിടെ ഒരു ഡാമ്പിങ് ഉണ്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ആ ഓസിലേഷൻ സ്റ്റോപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, ഇൻഡക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് റേഡിയേഷൻ എമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് കാരണം കൊണ്ടും എനർജി ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതിന് ആംപ്ലിറ്റ്യൂഡ് റിമൈൻസ് കോൺസ്റ്റൻ്റ് ആവോ? ഇൻ പ്രാക്ടിക്കലി ആംപ്ലിറ്റ്യൂഡ് റിമൈൻസ് കോൺസ്റ്റൻ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇറ്റ്സ് ആൻ ഐഡിയൽ കേസ്. ഇതൊരു ഐഡിയൽ കേസ് മാത്രമാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിക്കും? ഡാംഡ് ഓസിലേഷൻ. ഓക്കെ, താങ്ക് യു.